മാന്നാർ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. കൊലപാതകത്തിൽ 4 പ്രതികൾക്കും പങ്കുണ്ടെന്ന് പോലീസ് കുറ്റപത്രം. കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഒന്നാം പ്രതി. ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദേവിക, മാന്നാർ കൊലപാതക കേസിലെ കസ്റ്റഡിയിലുള്ള 3 പ്രതികൾ, 2 മുതൽ 4 വരെയുള്ള പ്രതികൾ, 2ാം പ്രതി ജിനു, 3ാം പ്രതി പ്രമോദ്, 4ാം പ്രതി സോമരാജൻ, ഈ 3 പേരെയാണ് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചെങ്ങന്നൂർ കോടതിയിലേക്ക് ഈ പ്രതികളെ എല്ലാവരെയും കൊണ്ടുവരും. ചെങ്ങന്നൂർ കോടതിയിൽ ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ പ്രതികളെ എത്തിക്കും. അതിനായി അതിന്റെ ആദ്യപടിയായുള്ള വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതികളുമായി പോലീസ് ഇവിടേക്ക് എത്തും. ഈ 3 പ്രതികളുടെ മൊഴിയിലൂടെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് ലഭിച്ച ഊമക്കത്ത്, ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള 3 പ്രതികളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൊലപാതകം ഒരു സംശയത്തിന്റെ പേരിൽ, അതായത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് അനിൽകുമാറിന് വൈരാഗ്യത്തിന് കാരണമായതും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ കാര്യങ്ങളാണ് FIR-ൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വലിയ പെരുന്തുറ പാലത്തിൽ വെച്ച് അനിൽകുമാർ തന്നെ കൊലപാതകം നടത്തി. അതിനുശേഷം മൃതദേഹവുമായി കാറിൽ സഞ്ചരിച്ചു വലിയ പെരുന്തുറ പാലത്തിൽ വെച്ച് ഈ കേസിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുരേഷ് കുമാറിനെ വിളിച്ചു. സുരേഷ് കുമാറിനോട് തനിക്ക് അബദ്ധം പറ്റിയെന്നും മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും പറഞ്ഞു. പക്ഷെ തനിക്കത് കഴിയില്ല എന്ന് സുരേഷ് കുമാർ പറഞ്ഞതോടുകൂടി തന്നെ അനിൽകുമാർ മൃതദേഹവുമായി വലിയ പെരുന്തുറ പാലത്തിലൂടെ പോയി ഐക്കര ജംഗ്ഷനിൽ വെച്ച് കേസിലെ 2ാം പ്രതിയായ ജിനു കലയുടെ മൃതദേഹം അനിൽകുമാർ ഓടിച്ചു വന്ന മാരുതി കാറിലുള്ളതായി കണ്ടു എന്നാണ് FIR-ൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ്. പോലീസിന് ഇനിയും സ്ഥിരീകരണത്തിലേക്കും വ്യക്തതകളിലേക്കും ഒക്കെ എത്താനുണ്ട്. ഈ 1ാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിൽകുമാർ ഇസ്രായേലിലാണുള്ളത്. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. എന്തായാലും അനിൽകുമാറിനോട് സ്വമേധയാ നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഇതിന് തയ്യാറായില്ല എങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് കൊലപാതകത്തിന് കാരണമായതെന്നും ഏത് തരത്തിലാണ് കലയെ കൊലപ്പെടുത്തിയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ അനിൽകുമാറിൽ നിന്നും പോലീസിന് അറിയാൻ കഴിയുകയുള്ളൂ. സാങ്കേതികമായി അനിൽകുമാറിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുണ്ട്. അനിൽകുമാർ ആണ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIR-ലെ 1ാം പ്രതി. 2, 3, 4 പ്രതികളാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം. മാത്രമല്ല, ഇന്നലെ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കുകളിൽ നടത്തിയ പരിശോധന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. നഖമുണ്ട്, ഒപ്പം തന്നെ സ്ത്രീയുടെ മുടിയുണ്ട്, തലയിൽ ഇടുന്ന ക്ലിപ്പിന്റെ ഭാഗങ്ങളുണ്ട്, നഖത്തിന്റെ ഭാഗങ്ങൾ എന്ന് കരുതുന്ന ചിലത് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന സംശയത്തോടു കൂടി തന്നെ പോലീസ് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ 50 വർഷം വരെ എല്ലിൻ കഷ്ണത്തിലെ മജ്ജയിൽ നിന്ന് ഒക്കെ 50 വർഷം വരെ ഒക്കെ DNA സാമ്പിളുകൾ ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വിദഗ്ധരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നലെ കിട്ടിയ എല്ലിന്റെ ഭാഗങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കാനായി കഴിയും. ഇത് കലയുടെ തന്നെയാണോ ഇന്നലെ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും. ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് കലയുടെ മൃതദേഹം തന്നെയാണോ എന്ന സ്ഥിരീകരണത്തിലേക്കൊക്കെ പോലീസിന് എത്താൻ കഴിയുക. എന്തായാലും തെളിവുകൾ വേണം. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ ഇത് പോലീസിന് കേസ് നിലനിൽക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് മുന്നിലുണ്ട്.
15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസ് അതീവ രഹസ്യമായി അന്വേഷണം നടത്തുന്നു. കലയുടെ ബന്ധുക്കളെ നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പേരിലുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ കുറച്ച് ദിവസങ്ങളായി ചോദ്യം ചെയ്യുന്നു. അവരിൽ 3 പേരെ ഈ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം തന്നെ 2 പേർ സുരേഷ് കുമാർ, സന്തോഷ് എന്ന പേരുള്ള 2 ആളുകളെ പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. FIR-ൽ സന്തോഷ് സാക്ഷി മാത്രമാണ്. സന്തോഷാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകിയത്. വലിയ പെരുന്തുറ പാലത്തിൽ വെച്ച് ഷോൾ കഴുത്തിൽ കുരുക്കി കലയെ അനിൽകുമാർ കൊലപ്പെടുത്തിയെന്നും ഈ മൃതദേഹം താൻ കണ്ടുവെന്നും വണ്ടി ഓടിച്ച് അയ്മനം ഭാഗത്തേക്ക് പോയി എന്നുമൊക്കെയുള്ള വിവരം. എന്നാൽ ഈ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ താനത് വിസമ്മതിച്ചു എന്ന തരത്തിലുള്ള ഒരു മാപ്പ് പറയുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് സുരേഷ് കുമാർ പോലീസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സുരേഷിനെ സാക്ഷി ആക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ 3 പ്രതികൾ ജിനു, പ്രമോദ്, സോമരാജൻ ഈ 3 പ്രതികളെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ഈ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. ദേവിക. നിഷ, കലയുടെ മകന്റെ പ്രതികരണം വന്നത് അമ്മ മരിച്ചുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മ മരിച്ചുവെന്ന് മകൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയെന്ന് മകൻ ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്ന് തന്നെയല്ലേ? ദേവിക, തീർച്ചയായും ഈ കലയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പോലീസിനെ ഒരു തരത്തിൽ അത് വെട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതികരണങ്ങളൊന്നും മുഖവിലക്കിടയ്ക്കാതെ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് കല എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഉറപ്പിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. ആ കാര്യം അന്വേഷണ സംഘം തന്നെ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. കല കൊല്ലപ്പെട്ടതിന് ഉണ്ടായ കാരണങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, കല എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയത്, അതൊക്കെ ഇനിയും പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനാണ് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അനിൽകുമാറിനെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യം, ഈ ദേവിക ചോദിച്ചതുപോലെ രാവിലെ നമ്മൾ കലയുടെ മകന്റെ പ്രതികരണം കേട്ടു. അമ്മ മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് മകൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ ഓരോ ആളുകളോടും ചോദിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള കഥകളാണ് ഈ നാട്ടിൽ പറയുന്നത്. ചിലർ ഇപ്പോഴും ഈ നാട്ടുകാർ പല സ്ഥലങ്ങളിലും വെച്ചും കലയെ കണ്ടു എന്ന് കലയുടെ സഹോദരൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ മാന്നാറിലുള്ള ആളുകൾ പാലക്കാടും കണ്ണൂരും ഒക്കെ പോകുന്ന സമയത്ത് കലയെ കണ്ടു എന്ന് പലരും നാട്ടിൽ വന്ന് പറഞ്ഞതായി കലയുടെ സഹോദരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കല ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം ഈ നാട്ടുകാർക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസും വന്നതും മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴും ഒക്കെയാണ് നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലും ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പല ആളുകളും പറഞ്ഞത്. ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയ ശേഷം ഭാര്യ മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയി എന്ന ഒരു കഥ അനിൽകുമാർ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഥ അനിൽകുമാർ ഉണ്ടാക്കിയ ഒരു കഥയാണോ എന്ന കാര്യങ്ങളൊക്കെ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കലയെ കൊലപ്പെടുത്തി 2 മാസത്തിനുള്ളിൽ തന്നെ അനിൽകുമാർ പുനർവിവാഹം കഴിച്ചു എന്നതും പോലീസിന്റെ മുന്നിലുള്ള ഒരു കാര്യമാണ്. ഈ പുനർവിവാഹം സംബന്ധിച്ച കാര്യങ്ങളിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല പല കാര്യങ്ങൾ ഈ കൊലപാതകവും അത് സംബന്ധിച്ച് ലഭിച്ച ഊമക്കത്തുമായൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട കലയെ അന്ന് കൊല്ലാൻ അനിൽകുമാറിനൊപ്പം കൂട്ടുനിന്ന അനിൽകുമാറിന്റെ സുഹൃത്ത് വലയത്തിലെ ഒരാൾ ഏതോ ഒരു മദ്യപാന സദസ്സിൽ വെച്ച് താൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും പക്ഷെ അത് ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുകയുണ്ടായി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകി എന്നതടക്കമുള്ള പല കാര്യങ്ങളാണ് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ വ്യക്തത വരണമെങ്കിൽ അനിൽകുമാർ എന്ന് പറയുന്ന കലയുടെ ഭർത്താവ് നാട്ടിലെത്തണം. അനിൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്താണ് ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് കലയെ അനിൽകുമാർ കൊന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് പോലും ഒരു വ്യക്തത വരികയുള്ളൂ. ദേവിക.